ജലപ്രളയകാലത്തിൽ രക്ഷപ്പെട്ടു. അതുപോലെ ഉള്ള അവസ്ഥ ആ നോഹയോട് ദൈവം കൽപ്പിച്ചതനുസരിച്ച് നോഹ 100 വർഷത്തിന് അപ്പുറം 100 വർഷത്തിൽ ചെല്ലുവാനും ജലപ്രളയം വരുന്നു, നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തു വരണമെന്ന് പ്രസംഗിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ കള്ളിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് ലോകത്തെ യുവതലമുറ മലിനപ്പെട്ട് യുവതലമുറ ദൈവത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട്, അതുപോലെ യുവതലമുറ മാത്രമല്ല ലോകത്തിലുള്ള ആളുകൾ തന്നെ ഇന്ന് മോഡേണിസം, ആധുനികത, മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് തന്നിഷ്ടമായി നടന്നു പോകുമ്പോൾ അത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ദൈവത്തിലേക്ക് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നടന്നു വരുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിങ്ങൾ മോചിക്കുവിൻ, മദ്യപാനത്തിൽ നിങ്ങൾ വിട്ടകന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് നോഹയെ പോലെ തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ ദൈവത്തിന്റെ അന്ത്യനിയോഗമായ നിങ്ങൾ ഭൂലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്ഥാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യനിയോഗം ഏറ്റുകൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുവാനാണ് ഇന്ന് ഈ ഉച്ചയുടെ അടുക്കുന്ന ഈ സമയത്ത് ഈ പ്രദേശത്ത് വന്ന് ഞങ്ങൾ യാതൊരുവിധ പ്രതിഫലമോ ആരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ പ്രതിഫലം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. ആ യേശുക്രിസ്തു ഞങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞങ്ങൾ കാക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ തന്റെ വരവിന്റെ ലക്ഷണമായി യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു അടയാളമാണ് സോദോം ഗൊമോറയുടെ ജീവിത രീതി പോലെ ആകപ്പെടുമെന്ന് കർത്താവ് തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്. നോഹയുടെ കാലത്തെ കുറിച്ചും സോദോം ഗൊമോറയെ കുറിച്ചും നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഈ കാലത്തെ ജീവിത രീതി എന്താണ്? സോദോം ഗൊമോറയുടെ ജീവിത രീതി എന്തായിരുന്നു? സോദോം ഗൊമോറ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് സോദോം ഗൊമോറ എന്ന് പറഞ്ഞ ഏതൻ ഉദ്യാനത്തെ പോലെ അല്ലെങ്കിൽ അതേപോലെ സസ്യലതാദികളാൽ ഫലഭൂഷ്ടമായ സമൃദ്ധമായ സാംസ്കാരികമായും എല്ലാ രീതിയിലും സമർത്ഥമായ ഒരു പ്രദേശമായിരുന്നു സോദോം ഗൊമോറ. അതുകൊണ്ട് തന്നെ അവരുടെ സംസ്കാരത്തിൽ ഒരുപക്ഷെ അവരുടെ സംസ്കാരമായിരിക്കാം ആ സംസ്കാരത്തിന്റെ ഉന്നതി എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് ഇരുന്നതായിരിക്കാം. അവരുടെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് സ്വർഗ ഭോഗമായിരുന്നു. ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിപരീതമായി ആണിനോട് ചേർന്നും പെണ്ണിനോട് ചേർന്നും അവലക്ഷണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് സ്വാഭാവിക ഭോഗത്തെ വിട്ടുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം നടന്നപ്പോൾ അത് ദൈവത്തിന് അനിഷ്ടമായി തോന്നി ആ സോദോം ഗൊമോറയെ ശിക്ഷിക്കുന്നതിന് ദൈവം തീരുമാനിച്ചു. അങ്ങനെ കൊമ്പും